ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ എണീച്ചിരിക്കണം കേട്ടോ. കുഞ്ഞുട്ടിക്ക് നേരത്തെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ കറണ്ടൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ ചായക്കുള്ള വെള്ളം വെച്ചിക്കണേ. പിന്നെ മുട്ടയും പഴവും വാട്ടി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, 2 പഴം ഇവിടെ ഉണ്ട്. അത് വാട്ടി അത് പഴം പൊരിച്ചെടുക്കണം എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ 2 പഴമാണ് കേട്ടോ. അപ്പം അത് ആ പഴപ്പൊരി ഉണ്ടാക്കില്ല നടന്നില്ല. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുട്ടിക്ക് ഇങ്ങനെ നേരത്തെ പോകേണ്ടതുകൊണ്ട് ഞാനത് പഴം വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ വലിയ ഗ്യാസ് ചെറിയ രീതിയിലേ കത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചായക്കുള്ള വെള്ളം ഏകദേശം ചൂടായപ്പോൾ ഞാൻ അത് മാറ്റി കൊടുത്ത് അവിടെ ചട്ടി കയറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പഴം നുറുക്കി എടുക്കുമ്പോഴത്തേന് ചട്ടി ചൂടായി കിട്ടണമല്ലോ. അതിൻ്റെ ഇടക്ക് സെനുമോനൊന്ന് നിറങ്ങലും മൂളലൊക്കെ ഒന്ന് കേട്ടപ്പോൾ ഞാനൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. കട്ടിൽമേലാണ് കിടക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ഇങ്ങനെ പോയി നോക്കണം. അപ്പം നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഞാൻ ചട്ടിക്ക് നെയ്യില്ലേനു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പഴം വാട്ടിയെടുക്കണം കേട്ടോ. നെയ്യിൽ വാട്ടിയെടുക്കുമ്പോഴാണല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അതിക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര, പിന്നെ ഞാൻ തേങ്ങയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പഞ്ചസാര ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ട് അത് ഇളക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ മുട്ട ചേർത്ത് കൊടുക്കണം. അതിന് മുന്നേ അവിടെ ചായക്കുള്ള വെള്ളം നിറച്ചിട്ടോ. അപ്പം അതിലേക്ക് ഞാൻ പൊടിയൊക്കെ ഇട്ടെടുത്ത് ഓഫാക്കിയിരിക്കണം. പിന്നെ മുട്ടയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. 2 ഭാഗത്തും പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് ഞാൻ അപ്പോഴത്തേക്കും മധുരമൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. നമ്മുടെ പഴം ഇവിടെ മുട്ടൊന്ന് വേവിച്ചെടുത്താൽ അതും റെഡി ആയിട്ടോ. അപ്പം ഈ പഴം വാട്ടിയതുണ്ടല്ലോ, നമ്മളെ വീഡിയോയിൽ നമ്മുടെ ചാനലിലല്ലേ ഫസ്റ്റത്തെ വീഡിയോ ഇതേനി കേട്ടോ. ഞാൻ എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ആ ഒരു കാര്യം ഓർക്കും. ഫസ്റ്റ് നമ്മുടെ ചാനലിൽ അന്നൊക്കെ ഇങ്ങനെ കുക്കിങ്ങും അങ്ങനെ പല റൂട്ടിൽ കൂടിയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ അതേനി കേട്ടോ. അപ്പം നമുക്ക് ചായ ചൂടാക്കിയെടുക്കാം. നല്ല ചൂട് ചായ ഊതി കുടിച്ചിന പരിപാടി ഇവിടെ അല്ല കേട്ടോ. കുഞ്ഞുട്ടിക്ക് കുറച്ചൊന്ന് ചൂടാറിയത് വലിച്ചിങ്ങോട്ട് കുടിച്ചണം, അതാണ് ഇഷ്ടം. അപ്പം പിന്നെ ഞാൻ ചൂടാറ്റി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിക്കുള്ള ചായ റെഡിയായി. പിന്നെ ഈ അമ്മക്കുള്ള കടി വേറെ ഉണ്ടാക്കണം കേട്ടോ. കുഞ്ഞുട്ടിക്ക് അന്ന് നേരത്തെ പോകേണ്ടതുകൊണ്ട് 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകണം. അപ്പോൾ പിന്നെ ഞാൻ വേഗം അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് സെറ്റാക്കി മൂപ്പരെ പറഞ്ഞയച്ച്. അത് കഴിഞ്ഞ് ഒന്ന് നേരം വെളുത്ത് വന്നപ്പോൾ മുറ്റടിച്ച് വരാൻ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും അവിടെ കുറച്ച് ഇവിടെ കുറച്ച് അങ്ങനെയൊക്കെ ആയിട്ടാണല്ലോ ഞാൻ അടിച്ചാറില്ല. ഇന്നിപ്പോൾ എല്ലാ ഭാഗം അടിച്ചിരിക്കണേ. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് വെയിലൊക്കെ ഒന്ന് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് മുറ്റം 4 ആടും അടിച്ചു വരി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുക്കളയിൽ കയറിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് 3 ആൾക്കുള്ള ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണേ. പിന്നെ
ഇന്ന് ഉണ്ടാക്കിയെടുക്കണത്. എന്നും അപ്പം തന്നെയാന്ന് പറയണ്ട, അപ്പത്തിൽ വെറൈറ്റികളുണ്ട്. നമ്മുടെ മൈദ ദോശയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കണത്. അപ്പം ഞാൻ മാവൊക്കെ കലക്കി വെച്ചിട്ട് അതിന് വിറ്റടിച്ച് വരാൻ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കുപ്പിൻ്റെ അതേ അവസ്ഥയായിരിക്കണം ഓയിൽ. മൂപ്പര് കുറേ ദിവസമായിട്ട് ഉരുകലൊന്നും ഇല്ല, കട്ടയാവലൊന്നും ഇല്ല ഇതിനും, ചെന്ന് കട്ടയിക്കണം. അപ്പോൾ ഞാനൊന്ന് ചൂടത്തൊക്കെ ഒന്ന് കാട്ടി നമ്മുടെ ഓയിലും കുപ്പീൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ എടുത്തുകണം കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് ദോശകൾ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ചായക്കടി ഉണ്ടാക്കാണ് വേറെ. ആഹാ, എന്താ ഈ പെണ്ണ് ഒറ്റക്ക് വർത്താനം പറയുന്നത് എന്നല്ലേ? ഒറ്റക്കല്ല കേട്ടോ, അവിടെ അയലോകക്കാരത്തിയുണ്ട്. അപ്പം ആളിങ്ങനെ വിളിച്ചോരോരോ കാര്യങ്ങൾ അന്വേഷിക്കാണ്. അപ്പം അവിടെ ഒരു ചെറിയൊരു ഇടണ്ട് കേട്ടോ. ആ കിളിവാതിലൂടെ നോക്കിയിട്ടാണ് നമ്മുടെ സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ വയനാടിനെ പറ്റിയും വാർത്തകൾ കണ്ടതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അതേപോലെ രാവിലെ നല്ല മഴയൊക്കെ ആകുമ്പോൾ രാവിലെ ഒന്ന് വിളിച്ച് ചോദിക്കൂട്ടോ, മുത്തുമോളെ മഴ പെയ്തിട്ട് എന്തായി, എവിടെയെങ്കിലും ചോർന്നോ, ബുദ്ധിമുട്ടായോ, കടക്കാൻ അങ്ങോട്ട് പോകുന്നൂടെ ഇനിയോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അയലൊക്കെക്കാരെ ഇങ്ങോട്ട് പോരി കിടക്കാൻ, അവിടെ കിടക്കണ്ടെന്നൊക്കെ പറയും. പക്ഷേ നമ്മളങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ പോകില്ല. പിന്നെ അങ്ങനെ അധികം ചോരലൊന്നുമില്ല കേട്ടോ. അടുക്കള മാത്രമേ ചോരിന് പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളോടൊന്നും അങ്ങനെ ചോരൊന്നുമില്ല. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ചായൻ്റെ കടി അതും നോക്കുന്നുണ്ട്. രണ്ടും പാടെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വയനാടിൻ്റെ കാര്യം പറയണ്ടല്ലോ, ദയനീയ അവസ്ഥയാണ്. നമ്മൾ ഓരോ പ്രാവശ്യം വാർത്തകൾ നോക്കുമ്പോഴും മരണസംഖ്യകൾ കൂടി എന്നുള്ള ആ ഒരു തന്നെ ഉള്ളൂ കേട്ടോ. സ്റ്റാറ്റസുകളും യൂട്യൂബായാലും ഇൻസ്റ്റഗ്രാമായാലും എല്ലാം തുറന്നാൽ ഈ ഒരു വാർത്തകൾ തന്നെയുള്ളൂ. ഓരോരുത്തർ കരയണതും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കണ്ട് എന്താ പറയുക, മനസ്സൊക്കെ മരവിച്ചൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ ചായയും കടി ഉണ്ടാക്കൽ കഴിഞ്ഞാണ്. അജു നേരത്തെ എണീച്ച് അജു നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അവിടെ നമ്മുടെ കർട്ടൻ ഇട്ട് ശ്രദ്ധിച്ചോ? അപ്പോൾ നമുക്കിന്ന് പണിക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പണിക്കാരുണ്ടായതുകൊണ്ട് അവിടെ കർട്ടനൊക്കെ വിരിച്ചു. അപ്പോൾ ഇതിൽ ചായക്ക് വന്നതാണ് കേട്ടോ അജു. അപ്പോൾ രാവിലെ ഒരു വന്നേക്ക് തന്നെ ചായ കൊടുക്കും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ചോറിനുള്ള അരിയൊക്കെ ഇട്ടിക്കണം കേട്ടോ. പിന്നെ പണിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ ഉണക്കലൊന്ന് പൊരിച്ചെടുക്കണം. ഇന്നലത്തെ ഉണക്കലിൻ്റെ ബാക്കി കുറച്ചുണ്ടല്ലോ, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഒരു അച്ചാറും ഉണ്ട്. ആരെങ്കിലും അഥവാ ഒരാൾക്കൊക്കെ കഞ്ഞി ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ കഞ്ഞിയൊക്കെ തീമട്ടിക്കണം കേട്ടോ. അപ്പോൾ ഈ ഉണക്കലുണ്ടല്ലോ ഇന്നലത്തെ ബാക്കി, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് മഴ ഉണ്ടോ വെച്ചോ ഇല്ല, വെയിലുണ്ടോ വെച്ചോ ഇല്ല, അങ്ങനെയാണ് കേട്ടോ. എന്നാലും പെരുമഴ നമ്മളെ അസ്വസ്ഥമാക്കണില്ല, അതൊരു സമാധാനം. വെയിലും ഇല്ല, അങ്ങനെ ഒരു കാലാവസ്ഥ. ക്യാമറയിൽ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് നല്ല വെയിലില്ല പോലെ തോന്നും, പക്ഷേ ശരിക്കും വെയിലില്ല കേട്ടോ. ഒരു മൂടിയൊരവസ്ഥ കണ്ടോ, അകത്തേക്കൊക്കെ ഇങ്ങനെയാണ് ഒരു മൂടിയ അവസ്ഥ. നമ്മുടെ ആ ഒരു ഫ്ലാഷിലാണ് ഇത്രയെങ്കിലും വെളിച്ചം കാണുന്നത് കേട്ടോ, ഫോണിൻ്റെ ഫ്ലാഷ്. അപ്പം നമ്മുടെ ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണ്. അപ്പം അങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോയും എടുത്തത്. അപ്പം മോരുകറി ഞാൻ പറഞ്ഞില്ലേ 2 ദിവസത്തിന് ഉണ്ടാവുമെന്ന്, അതുകൊണ്ട് പിന്നെ മോരുകറിയൊക്കെ ഉണ്ട്. അപ്പം പിന്നെ കറിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മുടെ മോരുകറി ഉണ്ടായതുകൊണ്ട് അതൊക്കെ കൂട്ടി അങ്ങോട്ട് ഇന്നത്തേക്ക് ഒപ്പിക്കാം. അപ്പോൾ നമ്മൾ ചോറൂറ്റുന്നതും മീൻ പൊരിക്കുന്നതും ഒക്കെ വീക്ഷിച്ച് ഒരാളിവിടെ ഒക്കത്ത് ആസ്വനസ്ഥനായിരിക്കും കേട്ടോ, ഇവിടെ. അപ്പോൾ ഓന് അതിൻ്റെ ഇടക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിക്കും. അപ്പോൾ പിന്നെ അടുക്കളയ്ക്ക് ഇങ്ങനെ തിരഞ്ഞു തരും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് എടുക്കണം. അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഒരു വലിയൊരു ഓനെ ഇങ്ങനെ ഒക്കത്ത് കയറി നടക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിക്കലുണ്ട്, ഇവിടെ ഇങ്ങനെ തീ പിടിപ്പിക്കുമ്പോൾ ആകെ പുകയാവില്ല, അപ്പം എന്താ ചെയ്യലെന്ന്. അപ്പം ഞാൻ ഈ ഭാഗത്ത് അടക്കാത്തതിൻ്റെ കാരണം അതാണ് കേട്ടോ. ഞാൻ അവിടെ തുറന്നിട്ടിക്കണ്, കാരണം ഇന്ന് പണിക്കാരുണ്ട്, പക്ഷെ ഒരു മുകളിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പുകയ്ക്കൊന്ന് ഒഴിഞ്ഞു പോകാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പുക
എന്നെ ശ്വാസം മുട്ടിച്ചോലോ. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പേസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട്, പിന്നെ ചോറ് മാത്രമല്ലേ അടുപ്പത്ത് വെക്കുള്ളൂ. അപ്പം അടുക്കളയിൽ വലിയ അരപ്പൊന്നും ആയിട്ടില്ല. അതിൻ്റെ ബദൽ ഇവിടെ ദാ ആകെ പരിപ്പാക്കിയിരിക്കണ്. മക്കള് സ്കൂളും മദ്രസും ഒന്നും ഇല്ല കേട്ടോ. ഇപ്പം അന്ന് സ്കൂൾ മദ്രസൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു, കാരണം മഴയൊക്കെ ആയതുകൊണ്ട്. അപ്പം ഇനി നമുക്കതൊക്കെ ഒന്ന് വൃത്തി വെടിപ്പാക്കി എടുക്കട്ടെ. എല്ലാം റെഡിയാക്കി ഇനി തുടച്ചെടുക്കണം. അപ്പോൾ തുടക്കുമ്പോൾ ഞാൻ കംഫർട്ടോ ഡെറ്റോളോ ഫെനോയിലോ എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ തുടച്ചെടുക്കൽ കേട്ടോ. ജനു ഇങ്ങനെ നിലത്ത് കൂടെ കിടന്ന് നിരങ്ങി നടക്കണതല്ലേ, അപ്പം ഒന്ന് വൃത്തിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തൊടയും കൂടി കഴിഞ്ഞപ്പോൾ ആകെ വിശന്ന് വലഞ്ഞിട്ടുണ്ട്. ഇനി അപ്പം നമ്മൾ ചോറുന്നാണ്. നമ്മുടെ ഇന്നലത്തെ മോരുകറി ഉണ്ടല്ലോ, അപ്പം അതും പിന്നെ ഉണക്കൽ പൊരിച്ചതും കുറച്ച് അച്ചാറും. ഓ മതിയല്ലോ, വെള്ളം നിറച്ച് 2 പ്ലേറ്റ് ചോറുന്നാനല്ലേ കൂട്ടാനയക്കണ്. അപ്പോൾ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് പിന്നെ ഉച്ച കഴിഞ്ഞാൽ പിന്നെ പണിക്കാർ പോയിട്ട് പോലെ ഒരു 2 മണി വരെയൊക്കെയാണ് ഉണ്ടാവുക. 6:30 6:45 ആകുമ്പോൾ വരും. അപ്പോൾ ഇതാ ജനലൊക്കെ വെച്ചു, ഇവിടെ വാതിലൊക്കെ വെച്ചു. ഇത്ര പടുക്കൽ കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. പടുക്കൽ ഒരു വിധമൊക്കെ പടുത്ത് ആ പടുത്തോടത്തൊക്കെ ഓല് ഷീറ്റും ഇട്ട് വെച്ചിട്ടുണ്ടേനി. അപ്പോൾ ഓല് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നു കേട്ടോ. ഓല് പണിയെടുക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ വന്നു നോക്കലൊക്കെ എനിക്കൊരു മടിയുള്ള കാര്യം. അപ്പം ഓല് പോയി കഴിഞ്ഞിട്ട് ഓല് എവിടെ വരെ ആയി അങ്ങനെയൊക്കെ ഒന്ന് വന്നു നോക്കുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വെള്ളം കൊടുത്ത് കുടിക്കുകയും ഗ്ലാസ്സൊക്കെ മുകളിലുണ്ട്, അപ്പം അതൊന്ന് കൊണ്ടുപോകുമാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. അപ്പം കുറേ ദിവസമായി കല്ലൊക്കെ ഇറക്കിയിട്ടിട്ട്, മഴ ആയതുകൊണ്ട് അങ്ങനെ വരാതെ നിന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു തക്കമുണ്ട്. ഇനി അതിൻ്റെ ഇടയ്ക്ക് എന്നാലും ചെറിയൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടേനു. അപ്പോൾ ഒരു കൊറിയർ ഉണ്ടേനി മഴയിൽ നനഞ്ഞ് കുതിർന്ന് വന്നിക്കണുണ്ടോ. ഓല ബാഗിൽ വെച്ച പെരുമഴയല്ലേ, അങ്ങനെ അങ്ങനെ നനഞ്ഞതാണ് കേട്ടോ. അപ്പം ഇതൊരു ബോക്സ് കഴിഞ്ഞ് കേട്ടോ, ഒരു 3 ബോക്സുള്ളൊരു ഇതിന്. അപ്പോൾ അത് ഞാൻ ഓർഡർ ചെയ്തതേനി. അപ്പോൾ അത് വന്നിക്കണം. അപ്പോൾ ഇതേന്ന് കേട്ടോ ആ 3 ബോക്സുകൾ. അതിൻ്റെ അടപ്പമുണ്ട് വരുന്നത്. അപ്പോൾ ഈ 3 ബോക്സ് നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ് കേട്ടോ. 247 രൂപക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഇതിൽ ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതാ ആകെ അലമ്പ് കൊലമ്പായി കിടക്കണം ഓരോ സാധനങ്ങളും. അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെക്കണം എന്നാണ് വിചാരിക്കണത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ പേരൊക്കെ എഴുതിയ മൊമെൻ്റോ കണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി വെക്കണം എന്ന് വിചാരിച്ചപ്പോൾ ഇന്നത് നടന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ അത് റെഡിയാക്കി വെക്കണ വരെ ഞങ്ങൾ ഇങ്ങോട്ടൊന്ന് കഴിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് വാങ്ങിയതാണ്. ജനുമോൻ ഇത് അവിടെ വേറെ എന്തൊക്കെയോ ഇരുന്ന് കളിക്കണോ ചിരിക്കണോ, ഓനും ഫുൾ ബിസിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ അസ്സലാമു അലൈക്കും, ബൈ ബൈ.